ഒടുവിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ദീർഘനാളായി ഇന്ത്യ കാത്തിരുന്ന ആ കരാറിന്റെ ഏറ്റവും അടുത്തേക്ക് സഞ്ചരിക്കുകയാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ അവസാന ഘട്ടത്തിലാണെന്നും ഇനി അവസാന 1% ചർച്ചകൾ മാത്രമാണ് പൂർത്തിയാകാനുള്ളതെന്നും ഇന്ത്യയിലെ US അംബാസഡർ സെർജിയോ ഗോർ വ്യക്തമാക്കി കഴിഞ്ഞു. US ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോറം ലീഡർഷിപ്പ് സമ്മിറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏകദേശം 18 മാസമായി തുടരുന്ന ചർച്ചകൾ ഉടൻ പൂർത്തിയാകുമെന്ന ആത്മവിശ്വാസവും അംബാസഡർ പ്രകടിപ്പിച്ചു. കരാറിന്റെ ഭൂരിഭാഗവും ഇതിനകം പൂർത്തിയായെന്നും ഇരുഭാഗത്തും ഏതാനും കാര്യങ്ങൾ മാത്രമാണ് ഇനി തീരുമാനിക്കാനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കും ഗുണകരമായ രീതിയിൽ കരാർ എത്രയും വേഗം യാഥാർത്ഥ്യമാക്കാൻ പ്രതിജ്ഞാബദ്ധനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചർച്ചകൾ നീണ്ടുപോകുന്നതിനെ കുറിച്ചും ഗോർ പ്രതികരിച്ചു. 1.5 വർഷമായി കരാറിനായി പ്രവർത്തിക്കുകയാണെന്നും വിശാലമായ ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഈ പ്രക്രിയ സ്വാഭാവികമാണെന്നും അദ്ദേഹം പറഞ്ഞു. യൂറോപ്യൻ വ്യാപാര കരാറുകളെക്കാൾ വേഗത്തിൽ ഇത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കരാർ യാഥാർത്ഥ്യമാക്കാൻ ദൃഢനിശ്ചയത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള വ്യക്തിബന്ധമാണ് ഇന്ത്യ അമേരിക്ക ബന്ധത്തിന് കൂടുതൽ കരുത്തു പകർന്നതെന്നും അംബാസഡർ പറഞ്ഞുവച്ചു. ഇന്ത്യ സന്ദർശനത്തിന്റെ ഓർമ്മകൾ ട്രംപ് ഇപ്പോഴും പങ്കുവയ്ക്കാറുണ്ടെന്നും തന്റെ ഏറ്റവും ശ്രദ്ധേയമായ വിദേശ സന്ദർശനങ്ങളിൽ ഒന്നായാണ് അദ്ദേഹം അതിനെ കാണുന്നതെന്നും ഗോർ പറഞ്ഞു. പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനത്തിനായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്വാഡ് അംഗരാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ 2 ആഴ്ചയ്ക്കുള്ളിൽ ഫിലിപ്പീൻസിൽ യോഗം ചേരുമെന്നും സെർജിയോ ഗോർ അറിയിച്ചു. ഒരു കാലത്ത് ഇന്ത്യയുടെ വിദേശ നയം പലപ്പോഴും പ്രതികരണാത്മകമായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യ സ്വന്തം ദേശീയ താൽപര്യങ്ങളെ കേന്ദ്ര ബിന്ദുവാക്കി ലോകശക്തികളുമായി ബന്ധം വികസിപ്പിക്കുന്ന നിലയിലേക്ക് വളർന്നിരിക്കുന്നു. അതാണിന്ന് മൾട്ടി അലൈൻമെന്റ് എന്ന സമീപനം. അമേരിക്കയുമായി പ്രതിരോധം, സാങ്കേതിക വിദ്യ, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുമ്പോഴും റഷ്യയുമായുള്ള ഊർജ പ്രതിരോധ ബന്ധവും പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായുള്ള തന്ത്രപ്രധാന സഹകരണവും ഇൻഡോ പസഫിക് മേഖലയിൽ ക്വാഡിന്റെ ഭാഗമായുള്ള സജീവ പങ്കാളിത്തവും ഒരേ സമയം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യക്ക് കഴിയും. ഈ വ്യാപാര കരാർ അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. ഇന്ത്യ ഒരു രാജ്യത്തിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്വന്തം വ്യവസായങ്ങളുടെയും കർഷകരുടെയും കയറ്റുമതിക്കാരുടെയും താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് ചർച്ചകൾ നടത്തിയതെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യക്ക് മത്സരാധിഷ്ഠിതമായ തീരുവാനുകൂല്യം ഉറപ്പാക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ കരാറിലേക്ക് നീങ്ങുകയുള്ളൂ എന്ന നിലപാട് ചർച്ചകളിൽ ഉടനീളം ഇന്ത്യ ആവർത്തിക്കുകയും ചെയ്തു. ലോക സമ്പദ് വ്യവസ്ഥ അനിശ്ചിതത്വങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ത്യയെ വിശ്വസനീയമായ പങ്കാളിയായി അമേരിക്ക കാണുന്നത് യാദൃച്ഛികമല്ല. സെമി കണ്ടക്ടറുകൾ, നിർമ്മിത ബുദ്ധി, പ്രതിരോധോൽപാദനം, ഫാർമസ്യൂട്ടിക്കൽസ്, ശുദ്ധ ഊർജം, നിർണായക ധാതുക്കൾ തുടങ്ങിയ ഭാവിയുടെ മേഖലകളിൽ ഇന്ത്യ നിർണായക പങ്ക് വഹിക്കുമെന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വ്യാപാര ബന്ധത്തെ കൂടുതൽ ആഴത്തിലാക്കാനുള്ള ശ്രമങ്ങൾ വേഗത്തിലായത്. അതേസമയം ഈ കരാറിനെ ആഘോഷിക്കുന്നതോടൊപ്പം ജാഗ്രതയും അനിവാര്യമാണ്. വിദേശ വ്യാപാരം വളരുന്നത് രാജ്യത്തിന് ഗുണകരമാണെങ്കിലും ആഭ്യന്തര ഉൽപാദകരുടെയും കർഷകരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം. വിപണി തുറക്കുന്നതും ദേശീയ താൽപര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതാണ് വിജയകരമായ വിദേശ സാമ്പത്തിക നയത്തിന്റെ അടിസ്ഥാനം. ഇന്ത്യയുടെ ഇന്നത്തെ വിദേശ നയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സൗഹൃദം വളർത്തുമ്പോഴും സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവാണ്. യാതൊരു ശക്തി കേന്ദ്രത്തിന്റെയും ഉപഗ്രഹമായി മാറാതെ എല്ലാ പ്രധാന രാജ്യങ്ങളുമായും പരസ്പര ബഹുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധം സ്ഥാപിക്കുകയാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ വ്യാപാര കരാറുകൾ സാമ്പത്തിക നേട്ടങ്ങൾ മാത്രമല്ല, ഇന്ത്യയുടെ ആഗോള സ്വാധീനവും നയതന്ത്ര വിശ്വാസ്യതയും വർദ്ധിപ്പിക്കുന്ന ഉപാധികളായി കൂടി മാറുകയാണ്. അതിനാൽ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അന്തിമഘട്ടത്തിലെത്തിയെന്ന വാർത്ത ലോകരാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും ഇന്ത്യ ഇന്നൊരു അനിവാര്യ ശക്തിയായി ഉയർന്നു വന്നതിന്റെ തെളിവ് കൂടിയാവുകയാണ്. ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ലോകവുമായി കൈകോർക്കുക എന്ന സമീപനമാണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിത്തറ. അതാണ് ഈ ചർച്ചകളുടെ യഥാർത്ഥ സന്ദേശവും. വരും കാലത്ത് ഇന്ത്യയെ കൂടുതൽ ശക്തമായ ആഗോള സാമ്പത്തിക നയതന്ത്ര ശക്തിയാക്കി മാറ്റാനുള്ള പ്രധാന വഴികാട്ടി.